23 ജൂണിലാണ് സക്കറിയാസ് അച്ഛനെ കാണുന്നത്, ഇവിടെ വന്നത്. അപ്പോൾ കാരിസ്ഭവനിൽ വന്നപ്പോൾ വളരെ ഗൗരവ പ്രകൃതിയായ ഒരാളെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, ദൈവം ഇത്രയും ഗൗരവത്തിലാണെങ്കിൽ ഞാൻ ഇത്രയും ഗൗരവത്തിൽ എനിക്ക് അച്ഛനോട് എങ്ങനെ ഇടപെടുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അച്ഛനെ ഞാൻ പലപ്പോഴും കാണുന്നത് യൂട്യൂബിൻ്റെ വീഡിയോ ക്ലിപ്പിൽ നിറപുഞ്ചിരിയോടുകൂടി സദാസമയവും ആരംഭം മുതൽ അവസാനം വരെ ആ പുഞ്ചിരി മായാതെ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന അച്ഛനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, പുഞ്ചിരിയിൽ കുറവും ചിന്തയിൽ നിറവുമുള്ള ഒരു വൈദികനാണ് സക്കറിയാസ് അച്ഛൻ. നമുക്കെല്ലാവർക്കും സന്തോഷമാണ് സക്കറിയാസ് ഇന്ന് സെമിനാരിയിലേക്ക് വരുന്നു. എനിക്കും വലിയ സന്തോഷമാണ്, കാരണം ഞാൻ അവിടെ കാണുകയില്ല. അച്ഛൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്നത് എനിക്ക് ബോധ്യമായൊരു കാര്യമാണ്. അപ്പം അവിടുത്തെ ഉത്തരവാദിത്തങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് സക്കറിയാസ് ചെയ്യും എന്ന പൂർണ്ണ ബോധ്യം അച്ഛന് അറിയാവുന്ന എല്ലാവർക്കുമുണ്ട്. എനിക്ക് പിന്നെ അച്ഛൻ പോകുന്നതിൽ വലിയ വിഷമമൊന്നുമില്ല. അതിനാന്ന് ചോദിച്ചാൽ തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ വീടും കാണാം, അങ്ങോട്ട് നോക്കിയാൽ ഈ വീടും കാണാം. അങ്ങനെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മുകിനി മുമ്പോട്ട് ഈ ഒരു ക്ലോസ്നെസ് അസോസിയേഷൻ അച്ഛൻ അവിടെയാണേലും അവിടുത്തെ മാങ്ങ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ആവശ്യമുള്ളത് അങ്ങോട്ട് തരാൻ പറ്റും. അങ്ങനെ ആ ഒരു വാർത്തർ സിസ്റ്റത്തിൽ നമ്മുടെ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം പറയുമല്ല, എന്നാലും സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനെ അനേക കാര്യങ്ങളിൽ വിശ്വസ്തനാക്കി ദൈവം ഉയർത്തുന്നു. ഏറ്റവും വലിയൊരു തെളിവാണ് സക്കറിയാസ് അച്ഛൻ. സക്കറിയാസ് അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ച് റോമിൽ പോകണമെന്നുള്ളതായിരുന്നു. കാരണം എവിടെയൊക്കെ ജസ്റ്റ് അച്ഛൻ പോകുന്നുണ്ട്, അവിടെയൊക്കെ പുറകെ പോകുന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ആഗ്രഹം. പക്ഷേ ആഗ്രഹം ഇവിടെ മാത്രം നടന്നില്ല. അച്ഛനെ കാരിസ്ഭവനിൽ നിന്നും സെമിനാരിയിലേക്ക് ഞങ്ങളുടെ അതിനേക്കാളും ഒരു ഉന്നതമായ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞൊരു 5 വർഷക്കാലം അച്ഛൻ ഈ ആലയത്തിൽ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. കാരിസ്ഭവന്റെ എല്ലാ കോണുകളിലും അച്ഛൻ്റെ കയ്യെത്തി എന്നൊരു സംശയം. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടങ്ങളിലൊക്കെയാണ് ഒത്തിരി റെനോവേഷൻ അനേകം വർഷങ്ങൾക്ക് ശേഷം നടന്നത് ഈ ആലയത്തിൽ. ഈ ഭവനത്തിന്റെ എല്ലാ കോണുകളിലും തീർച്ചയായിട്ടും സക്കറിയാസിന്റെ കരവുണ്ട്. ഒരു 10 വർഷം മുമ്പ് 5 വർഷം മുമ്പ് ഈ ആലയത്തിൽ വന്നിട്ടുള്ളവർക്ക് ഇപ്പൊ വരുമ്പോൾ അതിന് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. എങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങൾ അച്ഛൻ്റെ ഒരു കരസ്പർശം കാണും. അതിനൊക്കെ ഒരു സംശയമില്ല. ഒത്തിരി അങ്ങനെ മിസ് ചെയ്യില്ല. കാരണം 3 കിലോമീറ്റർ അകലത്തിലേക്ക് അച്ഛൻ പോകുന്നതും പണ്ട് സക്കറിയാസ് പ്രത്യേകം അച്ഛൻ ഈ ഭവനത്തിന് വേണ്ടി ചെയ്ത എല്ലാ സേവനങ്ങൾക്കും ഈ ഭവനത്തിന്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഈ നിമിഷം പറയുകയാണ്. നല്ലൊരു കാലം വന്നേ നീ കുഞ്ഞു കിനാക്കൾ തേട് ഇത് കാണിക്കില്ല. ഞെങ്ങിച്ചേക്കണത് തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ
നനവോ മാഞ്ഞോ തേൻ കിളിയേ നിന്നോമൽ മിഴി തൻ നനവോ മാഞ്ഞോ